ഈ ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം, ഒരു ലോക്സഭാ മണ്ഡലം മാത്രമുള്ള, അല്ലേ? അതെ, അതുപോലെ തന്നെ ഒരു കാലത്ത് ഈ നാഗാലാൻഡ് മുഴുവൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പിന്നിൽ അണിനിരുന്നവരാണ്. കാലം മാറിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുറച്ച് മാറ്റമൊക്കെ സംഭവിച്ചു. താങ്കൾ നാഗാലാൻഡ് നന്നായിട്ട് മനസ്സിലാക്കുകയും അവിടെ മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക കാര്യങ്ങളും ഒരുപക്ഷെ താങ്കൾക്ക് പറയാൻ കഴിയും. എങ്ങനെ പറയണമെങ്കിൽ ആദ്യം തൊട്ട് പറയണം. ഇപ്പം നല്ല മാറ്റമുണ്ട്, പ്രതീക്ഷയുണ്ട്. നാഗാലാൻഡുകാർ മറ്റുള്ളവരോട്ട് ഇൻ്റർമിംഗിൾ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് സയൻസ് ഇപ്പോൾ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ തുടക്കത്തിലെന്ന് പറഞ്ഞാൽ സാർ മുമ്പേ പറഞ്ഞൊരു കാര്യം, വലിയ കാലതാമസമില്ലാതെ മാറിയ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഒരു സമയത്ത് നേതാജിക്കൊപ്പം നിന്നതിൻ്റെ പേരിൽ അവർ മാസങ്ങളോളം കാട്ടിലൊളിവിൽ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി. വളരെ പ്രതീക്ഷയോടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തിയ നാഗന്മാർക്ക് കിട്ടിയത് ബുള്ളറ്റുകളായിരുന്നു. ഇത് അവർ പറഞ്ഞതല്ല, നാഗാ നേതാക്കന്മാരെന്നോട് പറഞ്ഞതാണ്. നെഹ്റു ഗേവസ് ബുള്ളറ്റ്സ്. അവരെ വംശീയമായിട്ട് ആക്ഷേപിച്ചു. 2 മുറിവുകളാണ് അവർക്ക് ആദ്യമായിട്ടുണ്ടായത്. കാരണം നേതാജിക്കൊപ്പം പോയി വഴി കാണിച്ചു കൊടുത്ത പൊസ്വായ് സുർവയുടെ മകൻ വൈക്കോ സുർവയുടെ കുടുംബത്തിൽ നേതാജി താമസിച്ച വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അന്നേരം അങ്ങനെ ഒരു അടുപ്പം എനിക്ക് അവരുമായിട്ട് കിട്ടി. അദ്ദേഹത്തിൻ്റെ ചേട്ടനായിരുന്നു, ഇവർ രണ്ടുപേരോടായിരുന്നു വഴി കാട്ടിക്കൊടുത്തത് നേതാജിക്ക്. ആ ഗ്രാമം മുഴുവൻ INAയ്ക്കൊപ്പമായിരുന്നു. ഒരു കംപ്ലീറ്റ് ഗ്രാമം. അവരെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാഭാവം എന്നല്ലാതെ എന്ത് പറയാൻ. അവരെ ആരെയും INAയിലുള്ളവരെ ആരെയും ഇന്ത്യൻ ആർമിയിൽ എടുക്കേണ്ട, അധികാര സ്ഥാനങ്ങൾ ഒഴിവാക്കുക എന്ന നയം നെഹ്റു എടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണമായത്. ഇന്ത്യയിലെ തന്നെ വർഷങ്ങളോളം നീണ്ടു നിന്ന ആ പ്രശ്നത്തിന് കാരണമായത്. അവർക്ക് ഉണ്ടായ മനോപ്രയാസം എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഞങ്ങളെ എല്ലായിടത്തു നിന്ന് ഒഴിവാക്കുന്നു. അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു നാഗന്മാർക്ക് ഇന്ത്യൻ ആർമി ചേരാൻ. ആ അവസരത്തിലാണ് മിഷണറിമാർ വന്നത്. മിഷണറിമാരെ കയറ്റിവിട്ടതാരാ, അനുവദിച്ചതാരാ? ജവഹർലാൽ നെഹ്റു. ആ സമയത്ത് ഇയാൾ വിചാരിച്ചത് എന്താ അറിയാമോ? ഇതൊക്കെ നടന്നോട്ടെ, ഹിന്ദുമതത്തിന് പുള്ളിക്ക് എതിരാണല്ലോ, അറിയാമല്ലോ. ഹിന്ദുമതത്തിനോട് പുള്ളിക്ക് എപ്പോഴും പുച്ഛമായിരുന്നു. തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ചെന്നിട്ട് പറഞ്ഞു ഭഗവാന്റെ കണ്ണ് കെട്ടിയതിനെയൊക്കെ പരിഹരിച്ച ആളല്ലേ, അറിയില്ലേ? വെങ്കടേശ്വര ക്ഷേത്രത്തിലല്ലായിരുന്നോ, തിരുപ്പതിയിലല്ലായിരുന്നോ? അതേപോലത്തെ ആളെ മിഷണറിമാരെ അനുവദിച്ചു. പിന്നെ ഇദ്ദേഹത്തിന് മദാമയ്ക്ക് സിഗരറ്റ് കത്തിച്ചു കൊടുക്കാൻ വരെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ആളാണ്. അന്നേരം അതും ഒരു കാരണമാണ്. ബ്രിട്ടീഷുകാർ പോയെങ്കിലും ബ്രിട്ടീഷ് സ്വാധീനം നെഹ്റുവിൽ വലുതായിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് മിഷണറിമാരാണ് അവിടെ ചെന്നത്. അവർ കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്യാനുള്ള റീസൺ ഇതാണ്, അവരെ അടിച്ചമർത്താൻ നോക്കിയത്. കഴിഞ്ഞ് അടിച്ചമർത്തിയോന്നല്ല, ഏതോ ഒരു ഭീകരപ്രവർത്തനം തുടങ്ങിയ സമയത്ത് അവർ പറഞ്ഞ കാര്യം എടുത്ത് ഏതോ തീവ്രവാദികൾ 3-4 ഇന്ത്യൻ ആർമിമെന്നെ കൊന്നു. അതിനുള്ള ഒരു കാരണമുണ്ടായിരുന്നു. നെഹ്റു പ്രശ്നം തുടങ്ങിയപ്പോൾ അവിടോട്ട് കയറ്റിവിട്ട ആർമി എന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ്റെ ആർമി എന്തായിരുന്നു? ബ്രിട്ടീഷ് ആർമി. INAക്കാരെ എടുത്തില്ല, നേതാജിക്കൊപ്പം നിന്നവരെ എടുത്തില്ല. INA ട്രയൽസിനെതിരെ കലാപം ഉണ്ടാക്കിയ ഇന്ത്യൻ സൈനികരെ എടുത്തില്ല. അങ്ങനത്തെ ആർമിയായിരുന്നു. INAക്കാർ ആർമിയിലുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നാഗാ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തവർ. ഇത് നാഗന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ INAക്കൊപ്പം ഉണ്ടായിരുന്നു. അവരെ അടിച്ചമർത്താൻ വേണ്ടി അങ്ങോട്ട് അയച്ച ആർമി എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രിട്ടീഷുകാരുടെ ആർമിയിലുള്ളവരായിരുന്നു. അവർക്ക് ഇത് യൂണിഫോം മാറ്റിയെന്ന്, യൂണിഫോം പോലും മാറ്റിയില്ല. തോളത്തെ ബ്രിട്ടീഷ് ആർമിയുടെ ബാഡ്ജ് മാറ്റി കുറേ പേർക്ക് പ്രൊമോഷൻ കൊടുത്തു, ഇന്ത്യൻ ആർമിയിൽ നിന്നൊരു ബാഡ്ജ് വെച്ചു. എന്നിട്ട് ആ വിരോധം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അതായിരുന്നു അവർക്ക് ഈ നാഗ തീവ്രവാദികൾ ഇവരെ ആക്രമിക്കാൻ കാര്യം. പക്ഷേ തിരിച്ചു നടന്നതെന്ന് പറഞ്ഞാൽ വളരെ വലിയ അട്രോസിറ്റിയാണ്. നമ്മളിപ്പം ഭരണകൂട ഭീകരത എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭീകരതയില്ലാതെ നരേന്ദ്രമോദിക്കെതിരെ ആക്ഷേപിക്കുന്നുണ്ട്. നരേന്ദ്രമോദി ഏതെങ്കിലും തീവ്രവാദിയെ കൊന്നപ്പോഴായിരിക്കും ഇത് ആക്ഷേപിക്കുന്നത്. മറ്റേതങ്ങനെയല്ല. ഇന്നസെൻ്റ് ആയിട്ടുള്ള നാഗ ഗ്രാമങ്ങൾ അവർ തീവച്ചു. നെഹ്റു ചെയ്യിച്ച കാര്യമാണ്, ഞാൻ പറഞ്ഞ കാര്യമല്ല. എൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, അവിടുത്തെ നാഗന്മാർ പറഞ്ഞ കാര്യമാണ്. അത് അവരുടെ മനസ്സിനൊരു വലിയ മുറിവായി. ആ മുറിവ് മറ്റൊരു മുതലെടുത്ത് അത്രയേ ഉള്ളൂ. അന്നേരം അവർക്ക് ഇന്ത്യ വിരുദ്ധരായി. സ്വാഭാവികമാണത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ആ മുറിവ് ഉണക്കുന്നതിന് പകരം മുറിവ് വഷളാക്കാനാണ് തുടർന്ന് വന്ന കോൺഗ്രസ് സർക്കാരുകളെ ശ്രമിച്ചത്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആദ്യമായിട്ട് ഈ ഒരു സമാധാന ശ്രമം ആത്മാർത്ഥമായിട്ട് നടത്തുന്നത് വാജ്പേയിയാണ്. നമുക്കൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ അക്രമം നടത്തിയില്ലേ നെഹ്റു ആർമിയെ കൊണ്ട് എന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ്റെ ബ്രിട്ടീഷ് ആർമി എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത് നമ്മൾ പറയുന്നത് സത്യം തന്നെയാണ്. ഈ ഇടയ്ക്ക് മോഡി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നാഗ ആക്രമണം നടന്നു. കുറേ സൈനികർ കൊല്ലപ്പെട്ടു. ഒരൊറ്റ നാഗ ഗ്രാമം നോടി തൊട്ടില്ല. റങ്കൂണിലായിരുന്നു, മ്യാൻമാറിലായിരുന്നു അവരുടെ താവളം. അവിടെ ചെന്ന് ആ തീവ്രവാദികളെ തീർത്തു.
ഒരു ഗ്രാമവാസിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. RN രവി സാറാണ് ആദ്യമായിട്ട് ഒരു വിജയകരമായ ഒരു ഉടമ്പടി അവരുമായിട്ട് നടത്തുന്നത്. അദ്ദേഹം നാഗാ പ്രശ്നങ്ങളുടെ വേരുകൾ പഠിച്ച ഗവർണറാണ്, ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം തിരക്കിയത് ഇവിടെ എങ്ങനെയാണ് ഇത്രയും INA-കാരുണ്ടായിരുന്ന ഗ്രാമങ്ങൾ മുഴുവൻ എങ്ങനെയാണ് ഇതിനുമായിട്ട് എതിരായത്, ഭാരതത്തിനെതിരായത് അദ്ദേഹം കണ്ടെത്തി. അവസാനം വൈക്കോ സുർവോയെ, അന്ന് അദ്ദേഹത്തിന് 102 വയസ്സുണ്ട്, നേതാജി ഗവർണർ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ മകനെ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, വൈക്കോയെ, കുസ്വായുടെ മകനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു, ഇദ്ദേഹത്തിനെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. പല കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കി. മുറിവുകൾ ഉണക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. അങ്ങനെയാണ് വൈക്കോ സുർവോയെ പ്രധാന പ്രഭാഷകനായിട്ട് ചെന്നൈയിലിരുന്നപ്പോൾ നേതാജിയുടെ 126ാം ബർത്ത് സെൻറ്റനറിയിൽ വിളിച്ചത്. അങ്ങനെ കുറേ നടപടി എടുത്തു. അദ്ദേഹം ഗവർണറായിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തത് നാഗാ നേതാക്കന്മാരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഈ വൈക്കോയെ ഉപയോഗിച്ചു. അങ്ങനെ പലരെയും കണ്ടു. താൽക്കാലികമായിട്ടെങ്കിലും ഇപ്പോൾ സമാധാനം അവിടെ നിലവിലുണ്ട്, താൽക്കാലികമായിട്ടെങ്കിലും. അതിന് ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നാഗന്മാർ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ജോലിക്കൊക്കെ വരുന്നുണ്ട്. ആ പരസ്പരം ഉണ്ടായിരുന്ന നാഗന്മാരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറുന്നുണ്ട്. ഇപ്പം ഞാനും കൊച്ചിലെ കേട്ടിട്ടുള്ളത്, പട്ടാളക്കാരൊക്കെ നാഗന്മാർ ഒളിച്ചിരുന്ന് നമ്മളെയൊക്കെ അല്ലേ അമ്പ് ചെയ്ത് കൊല്ലും, ഏതാണ്ടില്ലേ ആഫ്രിക്കയിലൊക്കെ ഉള്ള നരഭോജികളുടെ കൂട്ടൊരു വർഗ്ഗമാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറേ മീഡിയ പേഴ്സൺസിനെ നമുക്കറിയാമല്ലോ, നെഹ്റു കുടുംബത്തിന് ഓശാന പാടുന്നവർ, ഹിസ്റ്റോറിയൻസ്, അവരും അത് തന്നെ നെഹ്റു കുടുംബത്തിന് ഓശാന പാടുന്നവർ. നെഹ്റുവിനെ ഭയങ്കരമായിട്ട് സ്തുതിക്കും. കാശ്മീർ എങ്ങനെയാണ് പകുതി പോയത്, കാശ്മീരിൻ്റെ ബാക്കി എങ്ങനെയാണ് ചൈന കൊണ്ടുപോയത്, അതേപോലെയാണ് നാഗ ഇഷ്യൂ ഉണ്ടാക്കി വെച്ചത്. അയാളുടെ പിൻഗാമികൾ അത് ബാക്കിയൂടെ വഷളാക്കി. നാഗന്മാരുടെ മനസ്സിലെ മുറിവുകൾ ഉണക്കാനുള്ള നടപടികൾ ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയ വാജ്പേയിയാണ്. അവർ അടൽജി എന്നാണ് വാജ്പേയിയെ വിളിക്കുന്നത്. ഞാൻ ഒത്തിരി പേരോട് സംസാരിച്ചു, അടൽജി എന്ന് പറയുന്നുണ്ട്. ബാക്കി ഒരു നെഹ്റു എന്നേ അവർ പറയത്തില്ല, നെഹ്റു ജി എന്ന് പറയത്തില്ല, അടൽജി എന്ന് പറയും. പിന്നെ മോഡിയോട് ബഹുമാനമുണ്ട്, അമിത്ഷായോട് ബഹുമാനമുണ്ട്, നന്ദായോട് ബന്ധം, അവർക്കായിട്ടൊക്കെ അവർക്ക് പൊസ്വായിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. അവർ ഇപ്പോഴും വിശ്വസിച്ചേക്കുന്ന ഒരു കാര്യം എന്തോ അവരെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് നെഹ്റു കണക്കാക്കിയത്. വിശ്വസിച്ചത് സത്യമാണ്. അവരെ ഒരു വംശീയാക്ഷേപം നടത്തി ഒരു നാഗാ പ്രശ്നത്തിനിടയിൽ. നെഹ്റു പറഞ്ഞതാണ്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ നോട്ട് ഇന്ത്യൻ ഓർ ബർമീസ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാർ, അവർ നമ്മുടെ ഭാഗമല്ലേ വനവാസികൾ. അതാണ് അവർ മാറാൻ കാര്യം. മാറിയത് മറ്റുള്ളവർ മുതലെടുത്തപ്പോൾ അതെന്താണ്, മുറിവുണക്കണം. പക്ഷെ ഇപ്പോഴതിനുള്ള നടപടിയുണ്ട്. രവി സാറാണ് അതിന് തുടക്കം കുറിച്ചേക്കുന്നത്. ഇവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തു. താൽക്കാലികമായിട്ടെങ്കിലും ഒരു വെടിനിർത്തൽ അവിടെ ഉണ്ട്. ആയുധം താഴെ വെച്ചിട്ടില്ല, എങ്കിൽ പോലും നാഗന്മാർ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചുപേരെ കണ്ടവിടെ സംസാരിച്ചു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം ആ പയ്യൻ പഠിച്ചത് ദൈമാപുരി വെച്ചാണ് കണ്ടത്, റെയിൽവേ സ്റ്റേഷന് മുമ്പ് വെച്ച്. അന്നേരം അവിടെ ഒരു ജ്യോതിഷൻ ഇരിപ്പുണ്ട്, ഇതൊക്കെ ദുരാശമൊക്കെ അവിടെ നിൽക്കും. അന്നേരം ഞാൻ ചോദിച്ചു, നാഗനല്ലേ എന്ന് ചോദിച്ചു. അതെ, ഐ സ്റ്റഡി ഇൻ അമൃത എഞ്ചിനീയറിംഗ് കോളേജ് വെറ്റിമട എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഐ കോൾഡ് മെനി ഫ്രണ്ട്സ് ടു മൈ ഹോം ബട്ട് ദേ സെഡ് ദാറ്റ് യു ആർ ഡേഞ്ചറസ്. ഐ ടോൾഡ് ദം വി ആർ നോട്ട് ഡേഞ്ചറസ് ലാസ്റ്റ് യു തിങ്ക്. അന്നേരം അവർ പറഞ്ഞൊരു പരാതിയാണ്, ഞങ്ങളെ ഇപ്പോഴും ഒരുമാതിരി ഭീകരരായിട്ടുള്ള ജനങ്ങളായിട്ടാണ് കാണുന്നത്, ഞങ്ങളുടെ തൊട്ട് ആരും വരുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ മാറും, അല്ല ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ചില ദുരനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ്. ഞാൻ ഒരു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദീമാപുരി വെച്ചൊരു ചേട്ടോ എന്നൊരു വിളി കേട്ടു, ഒരു നാഗൻ്റെ. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ, ചേട്ടാ ഞാൻ എറണാകുളത്തായിരുന്നു 6 കൊല്ലം. അവൻ ഓടി വന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. അന്നേരം അങ്ങനെ മാറ്റമുണ്ട്. എന്നാലും ആ പഴയ മുറിവുകൾ ഈ റൂറൽ ഏരിയാസിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. നമ്മൾ അവരെ വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞാൽ ആ പഴയ ചെയ്ത തെറ്റുകൾ പുറത്തിട്ട് അവരുടെ ഏറ്റവും വലിയ പരാതി എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ഇന്ത്യൻ ആർമി അവസരം കിട്ടിയില്ല. അതാണ് അവരുടെ ഞങ്ങൾക്ക് ഇന്ത്യക്ക് വേണ്ടി പൊരുതിയ ഞങ്ങളെ എന്തിനു മാറ്റി നിർത്തി? ന്യായമായ ചോദ്യമാണ്, ഇല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നെഹ്റു കുടുംബം അല്ലെങ്കിൽ നെഹ്റു ഇങ്ങനെയൊക്കെ നാഗാലാൻഡുകാരോട് ചെയ്തു. ഈ നെഹ്റുവിൻ്റെ പിൻഗാമികളോട്, ആ കുടുംബക്കാരോട് ഈ നാഗാലാൻഡുകാർക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു പകയുണ്ടാകുമല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവരും അതല്ല പ്രശ്നം, അത് മൊത്തം ഇന്ത്യക്കാരോടായിപ്പോയി. അവർ ഇന്ത്യക്കാരെല്ലാവരും ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് മാത്രമല്ല ചെയ്തത്. കാരണം ഇന്ദിര കൊല്ലപ്പെട്ടതിന് ശേഷം നെഹ്റു കുടുംബത്തിനോടുള്ള മാത്രമല്ല പക നിൽക്കുന്നത്, ഇന്ത്യക്കാരോട് മുഴുവനുള്ള പക അതിങ്ങനെ നിന്നോ, തെറ്റിദ്ധാരണയത്. ആ ഒരു പക ഇന്ത്യൻ ആർമിയോടൊരു പകയായിപ്പോയി. കാരണം അവരെ നെഹ്റു ചെയ്യിച്ചത് എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ചെയ്യിച്ചത് ആരായിരുന്നു അന്നത്തെ ഇന്ത്യൻ ആർമി, നെഹ്റുവിൻ്റെ ആർമി? അത് ഹിസ്റ്റോറിയൻസ് വെളിയിൽ കൊണ്ടുവരത്തില്ല. ഇപ്പോഴാണ് നമ്മളൊക്കെ അത് വെളിയിൽ കൊണ്ടുവരാൻ തുടങ്ങിയത്. കുറെ വടക്കിന്ത്യൻ ചാനലുകളും അതുപോലുള്ളവരും ഒക്കെ. എന്നാലും കേരള ചാനൽ മാറിയിട്ടില്ലല്ലോ. അതെ, എല്ലാം അറിയാമല്ലോ നമുക്ക്, കൂടുതലല്ലേ അമേദ്യം വിളമ്പുന്നവരല്ലേ ഇവിടെ. അവർക്ക് ഒരു ഹിന്ദുയിസത്തിനെതിരാണ്.
പിന്നെ ഇന്ത്യ വിരുദ്ധരുടെ പണം പങ്കുവെച്ചു എന്ന് പറഞ്ഞാൽ സംശയിക്കണം അവരൊക്കെ. അവർ പറയുന്നില്ല, അവരുടെ മനസ്സിലെ മുറിവ് ഉണക്കണം. അവർ പറയുന്ന രണ്ട് കാര്യമാണ്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളെ അധികാരത്തിൽ നിന്ന് അകറ്റി, ഇന്ത്യൻ ആർമിയിൽ നിന്ന് അകറ്റി. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ആർമിയിലൊക്കെ അവർ എടുത്താലും കുറേ സൈന്യ സ്കൂളുകളിലേക്കൊക്കെ അവരുടെ കുട്ടികളെ എടുത്താലും പിന്നെ അവർക്കും ഒരു അധികാരത്തിൽ അവർക്കും പങ്ക് വേണ്ടേ? ഇന്ത്യക്ക് വേണ്ടി പൊരുതിയവരല്ലേ. അപ്പൊ BJP സർക്കാർ വന്നതിന് ശേഷം ഇവർക്ക് നേട്ടമല്ല, മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുണ്ട് കേട്ടോ, മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം വൈക്കോയൊക്കെ എന്ന് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ അവിടുത്തെ ഒരാൾ വന്നു, വിവിഡ്സോ എന്ന് പറഞ്ഞു, നാഗ ഫ്രീഡം ഫൈറ്റേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറിയുടെ മകനാണ്. അല്ല, സെക്രട്ടറിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ INA ഉണ്ടായിരുന്ന ആളാണ്. എന്നെ അവിടെ എല്ലാം കൊണ്ടുവരുന്നവരാണ്. അപ്പോൾ അവർ പലരും വന്ന് എന്നെ കാണാൻ വളരെ സ്നേഹത്തോടാണ് പെരുമാറിയത്. അവർ പറയുന്നത് എന്താ അറിയാവോ, ഞങ്ങളുടെ യഥാർത്ഥ ചരിത്രം അറിഞ്ഞിട്ടില്ല. ഒരു പത്രക്കാരനും വന്നില്ല. എന്നോട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നേതാജി താമസിച്ച വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ കട്ടിലയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കണം. നേതാജി ഉപയോഗിച്ചതിന് ശേഷം ഈ കട്ടിലയിൽ ആദ്യമായിട്ട് ഒരാളെ ഇരുത്തുന്നത് നിങ്ങളെയാണ്. ഞാനിത് പാചകം അടിക്കുമൊന്നുമല്ല, എന്നെ ഇരുത്തി ഫോട്ടോ എടുത്ത ഫോട്ടോ എൻ്റെ ഇരുട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത് വേറെ ആരെയും ഇതിനകത്ത് ഇരുത്തിയിട്ടില്ല, തൊടിയിച്ചിട്ടില്ല. അതെന്താ അറിയാവോ നിങ്ങളെ ഇപ്പോൾ ഇരുത്തുന്നത്? ഈ ചരിത്രം തിരക്കി നിഷ്പക്ഷമായിട്ട് ആദ്യമായിട്ട് ഇവിടെ തിരക്കാൻ വന്ന ആൾ നിങ്ങളാണ്. ഒരു മാധ്യമക്കാരനും ഈ കാര്യങ്ങളൊന്നും തിരക്കിയിട്ടില്ല. ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത്, അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, വൈക്കോ ചോദിച്ചു, എൻ്റെ ഈ മുറ്റത്ത് നിന്നുകൊണ്ടാണ് എൻ്റെ അച്ഛനും വലിയച്ഛനും ഇവിടെ INA നയിക്കാൻ മുന്നോട്ട് ഇറങ്ങിയത്. ഇവിടെ ആയിരുന്നു INA ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിച്ച്. ഇതുപോലെ ചരിത്രം ഉറങ്ങുന്ന ഒരു ഗ്രാമം ഇന്ത്യയിലുണ്ടോ? ഇല്ല. മറുപടി ഇല്ല നമുക്ക്. അവസാനം അദ്ദേഹം പറഞ്ഞ ഇവര് നെഹ്റു ചെയ്ത ക്രൂരത പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അവർക്ക് അധികാരത്തിൽ ആദ്യം കിട്ടണം, ഇന്ത്യൻ ആർമിയിൽ അവരെ എടുക്കണം, അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റണം. നെഹ്റു അല്ല ഇന്ത്യ എന്ന് മനസ്സിലാക്കണം, ഇന്ദിരാ കുടുംബം അല്ല ഇന്ത്യ എന്ന് മനസ്സിലാക്കണം, നമ്മളും അവരെ സ്നേഹിക്കുന്നവരാണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യക്കാരെന്നുള്ള വെറുപ്പ് ഒഴിവാക്കണം, തെറ്റുകൾ തിരുത്തണം. അതിനൊരു വലിയ തുടക്കം കുറിച്ച ആളാണ് നമ്മുടെ തമിഴ്നാട് ഗവർണർ RN രവി. വലിയൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. മാറ്റങ്ങൾ അവരിലുണ്ട്. അതൊരു വലിയ ഘടകമാണ്. അവരുമായിട്ട് 10 മിനിറ്റ് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അവിടെ താമസിച്ച് ഇതൊക്കെ വിവരങ്ങൾ എടുത്ത ആളാണ്. വേറെ ആരും അവിടെ പോയി താമസിച്ചിട്ടുണ്ട് നാഗന്മാർക്കൊപ്പം. ഒരു മാധ്യമ പ്രവർത്തകൻ, ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ടില്ല. ഒരു ചരിത്രകാരനും അവിടെ ചെന്നിട്ടില്ല. അതാണ് കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.